തന്റെ തലക്കുള്ളിൽ ഇപ്പോഴും വെടിയുണ്ടയുടെ ഭാഗമുണ്ടെന്ന പ്രഖ്യാപനമാണ് എല്ലാ വാർത്താസമ്മേളനങ്ങളിലും ഇ.പി. ജയരാജൻ നടത്തുന്നത്. ഇക്കാര്യം എല്ലാ വാർത്താസമ്മേളനത്തിലും അദ്ദേഹം ആവർത്തിക്കുകയും പതിവാണ്. ഇനി പത്രപ്രവർത്തകരായ നിങ്ങൾക്ക് വല്ലതും വേണമെങ്കിൽ എൻ്റെ ശരീരത്തിലെടുത്തിട്ടുള്ള വെടിയുണ്ടകളുടെ ഭാഗം കുറേ അവർക്ക് ശേഖരിക്കാൻ കഴിഞ്ഞത് ഈ കോടതിയിൽ ഒരു പ്രത്യേക ബോട്ടിലിൽ സീൽ ചെയ്തു ഒരു പ്രത്യേക ലിക്വിഡിൽ അവർ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തു. ഇതൊന്നും സുധാകരനല്ല. ഇതൊക്കെ ഇത് നീക്കം ചെയ്തത് ഇവിടെ മദിരാശി ഹോസ്പിറ്റലിൽ നിന്ന്, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് നീക്കം ചെയ്യാൻ സാധിച്ചില്ല. അതിനുശേഷം ഞാൻ മദ്രാസ് മലർ ഹോസ്പിറ്റലിൽ പോയി. മലർ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് ഇതിൻ്റെ കുറേ ഭാഗം എടുത്ത് നീക്കം ചെയ്തത്. ഇതിൻ്റെ കുറേ ഭാഗം നീക്കം ചെയ്യാൻ പറ്റില്ല, അത് മജ്ജയുമായി ഇങ്ങനെ കെട്ടുമുണഞ്ഞ് കിടക്കുന്നു. പിന്നെ ഉള്ളത് ഞാൻ ലണ്ടനിൽ പോയപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇത് നീക്കം ചെയ്യുക എന്ന് പറയുന്നത് ഈ മജ്ജ തന്നെ നീക്കുക എന്നുള്ളതാണ്. മജ്ജ നീക്കം ചെയ്താൽ എന്താ സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല. ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ രാജധാനി എക്സ്പ്രസിൽ വെച്ച് ഒരാൾ തോക്കുപയോഗിച്ച് കൊല്ലാൻ ശ്രമിച്ചുവെന്നാണ് ജയരാജൻ ആവർത്തിച്ച് പറയുന്നത്. എന്നാൽ ട്രെയിനിൽ വെച്ച് മൂർച്ചയില്ലാത്ത ആയുധം ഉപയോഗിച്ച് ഒരാൾ കൊല്ലാൻ ശ്രമിച്ചുവെന്നാണ് ഇ.പി. ജയരാജൻ റെയിൽവേ പോലീസിന് നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നത്. 12/4/1995 രാവിലെ 10:20 ട്രെയിനിലെ വാഷ് ബേസിന് മുൻപിൽ നിന്ന് മുഖം കഴുകെ 30 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഇരുണ്ട നിറവും നീണ്ട മുടിയുള്ള ആൾ മൂർച്ചയില്ലാത്ത ആയുധം കൊണ്ട് എന്റെ തലക്ക് പിന്നിൽ അടിച്ചുവെന്നാണ് ജയരാജൻ റെയിൽവേ പോലീസിന് നൽകിയ പ്രാഥമിക മൊഴിയിൽ വ്യക്തമാക്കുന്നത്. ഇക്കാര്യം എഫ്ഐആറിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പരാതിയും എഫ്ഐആർ മറച്ചുവെച്ചുകൊണ്ടാണ് തന്റെ ശരീരത്തിൽ ഇപ്പോഴും വെടിയുണ്ടെന്ന് ഇ.പി. ജയരാജൻ പൊതുസമ്മേളനങ്ങളിലും വാർത്താസമ്മേളനങ്ങളിലും സംസാരിക്കുന്നത്. ജയ് ഹിന്ദ് ന്യൂസ്, കണ്ണൂർ.